ചാലിശ്ശേരി പൂരത്തിൽ തുടങ്ങിയ നിന്റെ അച്ഛൻ തന്തയ്ക്ക് പറഞ്ഞതാണെങ്കിൽ ഞങ്ങൾക്ക് കൂട്ടു പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് ഒരു വാക്ക് കൊല്ലത്തില്ല. അവൾ എന്ത് തെറ്റാ ചെയ്തത്? എടാ ഓളകട തെറ്റ് ചെയ്തത് ഞാനാ. എടാ നേരവും കാലവും നോക്കാണ്ട് നീ ഓളെ വിളിച്ചോണ്ട് വന്നപ്പോ ഞങ്ങളിവിടെ കയറ്റി താമസിപ്പിച്ചില്ലേ? അതുകൊണ്ട് എന്നെ വേണം തല്ലാൻ. ഞാനാ തെറ്റ് ചെയ്തത്. ഞാൻ നിങ്ങളെ കാല് പിടിച്ച് പറയാം, ഓൾ എന്ത് തെറ്റാ ചെയ്തത്? എടാ ഓളനാ തെറ്റ് ചെയ്തത്. എടാ അപ്പൊ കൊല്ലിയൻ. എടാ ഞാനൊരു കാര്യം തീരുമാനിച്ചതാ. ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തപ്പെട്ട് വിചാരിച്ചാൽ പോലും ഞാൻ വിടൂല. തന്തയാണെന്ന് ഞാൻ നോക്കൂല, കൊന്നുകളയും ഞാൻ. അങ്ങനെ മര്യാദ പറ. അങ്ങനെ വഴിക്കുവാ. അയ്യോ ചക്രപാണി ചേട്ടൻ എവിടെയായിരുന്നു ഇതുവരെ? നാടാകെ മാറിപ്പോയലോടാ. കടവത്ത് മുതൽ ഇവിടെ വരെ വന്നതിനിടയ്ക്ക് എത്രയാ പെണ്ണുങ്ങള്. അയ്യോ ഇത് വെറും ന്യൂസ് റീലാണ് ചക്രപാണി ചേട്ടാ. സിനിമ തുടങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ. വരട്ടെ, നമുക്ക് വിശാലമായിട്ട് കാണാം, ഓരോന്നോരോന്നായിട്ട്. അല്ല ഇനി കുറച്ചു കാലം ഉണ്ടാവും ഇവിടെ? കുറച്ചു കാലമല്ല, ഇനിയുള്ള കാലം ഇവിടെ. കൊള്ളാലോ, നോക്കമ്മേ. ചക്രപാണി ചേട്ടന്റെ കൂടെയുള്ളത് ആരാ? സിനിമ നടനാ? സിനിമ നടനോ? ഹേയ് സിനിമ നടൻ. ഇത് ചക്രപാണി ചേട്ടൻ മലർത്തി അടിച്ചവരിൽ ഒരാൾ മാത്രം. മോയ് ഇതുവരെ മൊത്തം എത്ര പേരെ മലത്തി അടിച്ചിട്ടുണ്ട്? ഞാൻ എണ്ണിയിട്ടില്ല. മലത്തി അടിക്കുന്നവരുടെ എണ്ണം എടുക്കരുതെന്നാ എന്റെ ആശാൻ പറഞ്ഞിരിക്കുന്നത്. അതൊരു ദുശകനാ. മോൻ എത്ര കാലമായി ഇവിടുന്ന് പോയിട്ട്? എനിക്ക് 10 വയസ്സായപ്പോ ഞാൻ ഇവിടെ വിട്ടതാ. സുലോചന എന്നെ ഓർക്കുന്നുണ്ടോ? ഞാൻ ഓർക്കുന്നുണ്ട്. സുലോചന ഒരു പട്ടുപാവടയും ബ്ലൗസും ഒക്കെ ഇട്ട് എഴുത്തോലയും പിടിച്ച പള്ളിക്കൂടത്തിൽ പോണത് ഇന്നലത്തെ പോലെ. ഓ എന്തൊരോർമ്മ ഞാൻ കൂടി ഓർക്കുന്നില്ല. ഇതാ ചില കാര്യങ്ങൾ മനുഷ്യന്മാരെത്ര വലിയ മഹാന്മാരായാലും പണക്കാരായാലും അതെ അമ്മേ, ചടങ്ങി വരുന്ന മേടത്തിലായാലോ എന്നൊരു അഭിപ്രായം ചക്രപാണി. ശശിമോനോടൊന്ന് ചോദിക്കട്ടെ. പിന്നെ നിങ്ങള് മേടത്തിലോ മകരത്തിലോ എപ്പോ വേണമെങ്കിലും അയക്കോ. പോ അമ്മ. വഴിയുണ്ട്. ഈ ജന്മം കണ്ണാടിക്കൂട്ട് പഠിക്കാനുള്ള നിന്റെ മോഹം നടക്കില്ലെന്ന് വിചാരിച്ചാ പോരെ? ഒരു വീക്ക് ഞാൻ വെച്ചുതരും. മനുഷ്യൻ ആദ്യ കയറി നടക്കുമ്പോഴാ നിന്റെ ഒരു തമാശ. നിങ്ങളുടെ തമ്മിൽ തല്ലാടാ. നമുക്ക് വഴി ഉണ്ടാക്കും കുമാരാ. എന്ത് വഴി? ജഗതമ്മെ പരമൂന്ന് ഇട്ടിച്ചു കൊടുക്കാൻ തന്ത തീരുമാനിച്ചു. ലക്ഷ്മിയുടെ കാര്യത്തിൽ അങ്ങനെ തീരുമാനമൊന്നുമില്ലല്ലോ. അതെ ചക്രപാണി ചേട്ടന് ഇഫ് എനി ഐഡിയാസ് കമ്മിങ്, എന്തെങ്കിലും ഐഡിയകൾ വരുന്നുണ്ടോ മനസ്സിൽ? അങ്ങനെ വല്ലതും വന്നാ പെണ്ണുകുമാരന്റെ വീട്ടിൽ കയറുവോ? ഇല്ല. കണ്ണാടിന് കൂട്ടിട്ടോടാ? ഇല്ല. അതാ പറഞ്ഞത്. നിന്റെ അനിയൻ രവിക്ക് ലക്ഷ്മിനെ ഒന്ന് ആലോചിച്ചാലോ? എന്താ ചിരിക്കുന്നേ? അവനൊരാണല്ലേ? ആണായതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ഒരു മാസം കഴിഞ്ഞാ പെണ്ണ് പ്രീ ഡിഗ്രിക്കാരിയാ. അതിനെന്താ? അതിനെന്താണെന്ന് ചോദിച്ചാ മഴ പെയ്യുമ്പം പോലും വെറുതെ അവന്റെ അനിയൻ സ്കൂളിന്റെ വരാതെ കയറി നിന്നിട്ടില്ല. ഇംഗ്ലീഷും എഴുത്തും വായനോ. ആര് പറഞ്ഞു? രവി 4ാം ക്ലാസ് പാസ്സാ. എടാ കുമാരാ, നമുക്കൊരു ഗുണമുണ്ടാകുന്ന കാര്യമാകുമ്പോ അവിടെ പിന്നെ ജാതിയെ പഠിത്തമൊന്നും പ്രശ്നമില്ല. നാളെ നിന്റെ അനിയൻ വിളിച്ച പെണ്ണ് കൂടെ പോരണം. അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാകണം. പെണ്ണേ, മനുഷ്യൻ കുളിക്കുന്ന കടവത്താ നീ പൈനെ കുളിപ്പിക്കുന്നേ? കയറ്റിക്കോ. ചെക്കനിപ്പോ എന്താ വേണ്ടത്? പോയി നിന്റെ കുടുംബത്താ. ചെക്കാന്ന് നീ നോക്കെ നിന്റെ വീട്ടിൽ പോയി വിളിക്കണം. വീട്ടിലേക്ക് പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാ എന്തി? പറഞ്ഞു നോക്ക്, അപ്പൊ അറിയാം. എന്തറിയാനാ? മര്യാദക്ക് വാചടിക്കാതെ കയറി പോണാ നിനക്ക് നല്ലത്. എന്താടാ, ആരെ പണിയൊന്നുമില്ലേ? ഉണ്ട്. എന്നാ പോടാ. മോള് പശുവിനെ കുളിപ്പിച്ചു. ഈ പിള്ളേരെപ്പോ നോക്കിയാലും ലോകത്ത് മനുഷ്യർ ആദ്യമായിട്ട് പ്രേമിക്കുക അവൻ നിനക്കുള്ളത് തന്നെയാ. അതിന് സമയമാവുമ്പോ ഞങ്ങൾ കാർന്നന്മാരെ അന്വേഷിച്ച് പിടിച്ച് നിന്റെ കൈ കൊണ്ടു തരും. പോരെ? എനിക്ക് എത്ര ആലോചിച്ചിട്ടും മൂപ്പരെന്താ ആചാര്യ വർത്താനം പറഞ്ഞെന്ന് മനസ്സിലാവണില്ല. എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ചിലതൊക്കെ മനസ്സിലാവുന്നുണ്ട്.
ജഗദമ്മേട്ടത്തെ നിന്നെയും കെട്ടുന്നവർക്ക് ആലയം കണ്ണാടിക്കൂട്ടും ഒന്ന് കുപ്പോച്ചന്റെ വായിന്ന് വന്നപ്പോ മുതല് ചില പ്ലാനും പദ്ധതികളൊക്കെ ഓരോ ആലോചിച്ചു തുടങ്ങി. കുമാരേട്ടന് കൂട്ടുപടിച്ചെടുക്കാൻ ഇനി ഒരു ഒറ്റ വഴിയല്ലേ ഉള്ളൂ, നിന്നെ രവിയെ കൊണ്ട് മംഗലം കഴിപ്പിക്കുക. ഉവ്വ്, അതിന് എനിക്കൂടെ തോന്നണമല്ലോ. ഇങ്ങ് വരട്ടെ പൂതിയും കൊണ്ട്. എന്താടി മൂശാരി പെണ്ണിന് ആശാരിക്കുടിയിൽ കാര്യമാകുമ്പോ കുറി അടിച്ച് അറിയിക്കുന്നുണ്ട് എല്ലാരെയും. അപ്പൊ അറിഞ്ഞാ മതി. എല്ലാരെയും അറിയിക്കുമല്ലോ, അത് നന്നായി. അല്ല, നീ പിന്നെന്താ കരുതിയത്? ആരെ അറിയിക്കാണ്ട് ഞങ്ങളങ്ങ് മുങ്ങുവന്നോ? സുലോചന ചേച്ചിയുടെ പേടി അതല്ല, ചേച്ചിന്റെ കാര്യം നോക്കാണ്ട് നമ്മള് രക്ഷപ്പെടുവോന്നാ. വേണ്ട, സുലോചന ചേച്ചിന്റെ കാര്യം ആലോചിച്ച് ആരും വിഷമിക്കണ്ട. ഇനിയിപ്പൊ കുട്ടിക്കെന്താ? ഭീമസേനെ പോലെ തടിമാടനല്ലേ കിട്ടാൻ പോണേ. മോഹം തോന്നണ എന്താച്ചാ ഒന്ന് പറഞ്ഞാ മതി. കാൽച്ചോട്ടി കൊണ്ടെന്ന് വെച്ച് നിക്കില്ലേ. കെട്ടിക്കഴിഞ്ഞ നിന്നങ്ങോട്ട് കൊണ്ടുപോകുന്നാ പറഞ്ഞത്. മൈസൂരിൽ ഒരു വീടും പറമ്പും കൂടി വാങ്ങിയിട്ടുണ്ട് അത്രേ. നമ്മുടെ ഇവിടുത്തെ പോലെ അല്ല അവിടെ. ഇവിടെ സിനിമ ടാക്കീസ് ഉള്ള പോലെ അവിടെ ഒരുപാട് ഗുസ്തി പിടിക്കുന്ന സ്ഥലമുണ്ട് അത്രേ. കുഴപ്പമൊന്നുമില്ല. ഈ ഗുസ്തിക്കാരെന്നൊക്കെ പറയുമ്പോ എല്ലാം ഗുസ്തി പോലെ ഇരിക്കും. നാളായി നിന്നോടൊരു കാര്യം പറയാനിരിക്കാ ഞാൻ. ഇപ്പൊ ഇതാരോടും പറയാൻ നിക്കണ്ട. എന്താ എടുത്തേ? ലക്ഷ്മിയും ഞങ്ങളുടെ രവിയും തമ്മില് ഇതുപോലെ ഇത്തിരി ഇഷ്ടത്തിലാന്നാ കേട്ടത്. നാട്ടുകാരെങ്കിലും പറഞ്ഞ് പരമുവിന്റെ ചെവിയിൽ എത്തുന്നതിന് മുമ്പ് നീ ഇത് അവനോട് തഞ്ചവും തരവും നോക്കി ഒന്ന് പറയണം. ഏടത്തിയോട് ആരാ ഇത് പറഞ്ഞേ? കുമാരേട്ടൻ. അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരിക്കില്ല. നിന്റെ ലക്ഷ്മിയുടെയും കെട്ടിയന്മാർക്ക് ആലാന്ന് പറഞ്ഞത് കേട്ടത് മുതൽ കുമാരേട്ടനും കുടിക്കാർക്കും ഇങ്ങനെ മനസ്സ് വന്നത്. തന്നെയല്ല, രവി ആവുമ്പോ ആലയും കൂട്ടും നമ്മുടെ താവഴി നിൽക്കും. പരമു, കുമാരേട്ടൻ, രവി പുറത്തുനിന്നൊരാളാവുമ്പോ അതിനവള് പഠിക്കല്ലേ എടുത്തേ. ഇപ്പൊ ഇതുവല്ലതും പറഞ്ഞറിഞ്ഞ പരമുവേട്ടൻ പഠിപ്പിച്ച് ജോലിക്കാരിയാക്കാനുള്ള വാശിയില്ല മൂപ്പര്. പൂശാരി കുട്ടിക്ക് ഇപ്പൊ എന്ത് ഉദ്യോഗ? കുട്ടികളാ. വല്ല വെളിവുകേടും കാണിച്ച് അവന്റെ കണ്ണിലെങ്ങാനും പെട്ടാൽ പിന്നെ പോരായി. അതുകൊണ്ട് മാത്രമല്ല കുട്ടി, ആ വഴിക്ക് നടന്ന് കണ്ണാടിക്കൂട്ട് രവിക്ക് അച്ഛൻ പറഞ്ഞു കൊടുക്കുമെന്നായാൽ തന്നെ എനിക്ക് കുറച്ച് സമാധാനം കിട്ടും കുടിയില്. ഇത് പാട്ടും തുപ്പും കേട്ട് എത്ര കാലാന്ന് വെച്ചാ സഹിക്കാവുന്നതിലേറെ സഹിച്ചു. ഏട്ടത്തി ഓർത്ത് നീ ഇതവനെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. ശുദ്ധി വേണം. ശുദ്ധി തെറ്റിയാൽ അത് മനസ്സിലാക്കി ആലെ കയറരുതെന്ന് എല്ലാവരോടുമായിട്ട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാ. കോങ്ങാട്ട് മുത്തപ്പനാണ്, മനസ്സറിഞ്ഞ് ഞാൻ ഒന്നും തെറ്റിച്ചിട്ടില്ല. ആലെ കയറണം മൂശാരിക്ക് മാത്രമല്ല, കുടിയിലിരിക്കുന്ന പെണ്ണിനും വേണം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ശുദ്ധി. പരിശുദ്ധായ ഒരു കർമ്മ നമ്മൾ ചെയ്യുന്നത്. പുരട്ടാൻ എന്തെങ്കിലും മരുന്നിരിപ്പുണ്ടോ? അവിടെ എടുത്തോണ്ട് വാ. എന്റെ കുടിയില് കോഴി നെയ്യിരിപ്പുണ്ട്. നീ പോയി വാങ്ങിക്കൊണ്ടു വാ മോളെ. ശരി അച്ഛാ. നാളെ വരും കേട്ടോ. ഇത് കണ്ടോ? കേരളത്തിൽ ഇമ്മാരി മാല നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചക്രവാണി ചേട്ടൻ കോയമ്പത്തൂര് പോയി സ്വന്തം ഉണ്ടാക്കി കൊണ്ടുവന്നതാ ജോളിയാക്കാൻ. ഇതെന്ത് മാല തങ്കേട്ടാ? അയ്യോ, ഇതെന്ത് മാലയാണെന്ന് അറിയില്ലേ? ഏലക്ക. ഇതെന്താ പായസത്തിനിടാനോ? പായസത്തെ ഏലക്കല്ല, പാലക്ക. കല്യാണപ്പെണ്ണിനെ വിളിക്ക്, കല്യാണപ്പെണ്ണിനെ വിളിക്ക്. സുലോചനെ, സുലോചനെ. അമ്മേ, അതൊക്കെ അങ്ങോട്ട് കൊടുത്തേക്ക്. എനിക്കായിട്ട് വാങ്ങിയതാണെങ്കിൽ എനിക്കൊന്നും വേണ്ട. ഹയ്യേ, കോയമ്പത്തൂരിൽ നിന്നും സ്വന്തം കൊണ്ട് കൂടെ അവിടുന്ന്. ഇനി എന്റെ കല്യാണക്കാര്യം പറഞ്ഞ് രണ്ടുപേരും ഈ പടി മറന്നു പോരുത്. എനിക്ക് കല്യാണം വേണ്ട. കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം. എന്ത് വേണം? വഴി മാറാൻ മാറാൻ. ഒറ്റവള്ളിക്ക് ഞെക്കി പുഴത്താത്തിയ ആരും അറിയില്ല, ആരും ചോദിക്കുകയില്ല. ചക്രപാണിയെ ചെയ്യാത്തത് പേടിച്ചിട്ടല്ല. ആരെ പേടിക്കാൻ? എന്താ വേണ്ടത്? എന്താ വേണ്ടതെന്ന് ചോദിച്ചാ, ഈ ആട്ടെന്റെ ഒരു കല്യാണം മുടക്കിയില്ലേ, പകരം എനിക്കൊരു കല്യാണം കഴിക്കണം. എന്താ ഈ തയ്യാറാണോ? ആളറിയാണ്ട് വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ, ചെവിടെ അറിയാതെ അടി മേടിക്കും. നിർത്തറി. ഈ ആരാന്ന വിചാരം?
സൂക്ഷിച്ച് സംസാരിച്ചില്ലാലുണ്ടല്ലോ. ഉള്ളുമുള്ള ആൺകുട്ടിയാണെങ്കിലേ വർത്താനം നിർത്തി പ്രവൃത്തി കാണിക്ക്, അപ്പൊ അറിയാം. കാണിക്കാം. ചക്രപാണി കാണിച്ചു തരാം. ഉളും പൊള്ളവനാണോന്ന് ചക്രപാണി കാണിച്ചു തരാം. ഇപ്പൊ പൊക്കോളി.